പുതിയ പദ്ധതികളൊക്കെ രൂപീകരിക്കുന്നതിനായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ നിന്നും നല്ല നല്ല രീതിയിലുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഏറെ പ്രിയങ്കരായ അച്ഛനമ്മമാർ, നമ്മുടെ വാഴൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വയോജനങ്ങൾക്കായുള്ള പദ്ധതിയാണ്, കഴിഞ്ഞ വർഷത്തെ പദ്ധതിയാണ് കട്ടിൽ വിതരണം. നമുക്കറിയാം, പ്രായമുള്ള ഒരുപാട് പേര് ഈ ഒരു പദ്ധതിയിൽ കൂടി ഇപ്പോൾ വാഴൂർ ഗ്രാമപഞ്ചായത്ത് നിരവധി പേർക്ക് കട്ടിൽ വിതരണം നടത്തി. അപ്പോൾ ഇപ്പോൾ ആരും നിലത്ത് കിടക്കുന്നവർ തന്നെ ഇല്ല. പക്ഷേ എന്നാലും ചില ബുദ്ധിമുട്ടുകളൊക്കെ ചില വീടുകളിൽ ഉണ്ടായതിൻ്റെ ഭാഗമായാണ് നമ്മൾ വയോജനങ്ങൾക്ക് ഇത്തരത്തിലൊരു പദ്ധതി വെച്ചത്. പ്രായമായവർക്ക് ഏറ്റവും പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയാണ് ഓരോ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ പഞ്ചായത്തും കുറേയധികം വർഷങ്ങളായിട്ട് ഈ കട്ടിൽ വിതരണം നടത്തി വരികയാണ്. ഒരു വർഷം ഏതാണ്ട് വാർഡിൽ 3-4 ഒക്കെ കട്ടിലുകളാണ് വിതരണം ചെയ്യുന്നത്. മൊത്തമുള്ള ജനങ്ങളിൽ കൂടുതൽ പേർ വയോജനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്ത് കൈവരിച്ച ഒരു നേട്ടത്തിൻ്റെ ഭാഗമാണ്. ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ രംഗത്തും ഒക്കെ നമ്മൾ കൈവരിച്ചൊരു നേട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് പ്രായമുള്ളവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രായമേറിയ ആളുകൾക്ക് നല്ല കരുതൽ കൊടുക്കണം എന്നാണ് പൊതുവിൽ നമ്മുടെ സംസ്ഥാനം കരുതുന്നത്. കേരളത്തിൽ പ്രായമുള്ളവരെയും പ്രായമില്ലാത്തവർക്കുമെല്ലാം ഒരേ പരിഗണന നൽകിയാണ് കേരളത്തിൽ കോവിഡിൻ്റെ കാലത്ത് സംരക്ഷിച്ചത്. പക്ഷെ നമ്മളൊക്കെ വലിയ രാജ്യം, അല്ലെങ്കിൽ വികസിത രാജ്യം, അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട രാജ്യം എന്ന് നമ്മളിൽ പലരും കരുതിക്കൊണ്ടിരുന്ന അമേരിക്കയിൽ പ്രായമുള്ള ആളുകൾക്ക് കോവിഡ് വന്ന് അവശനിലയിലായപ്പം അവിടുത്തെ വെന്റിലേറ്ററുകളുടെ എണ്ണം തികയാതെ വന്നപ്പം പ്രായമുള്ള ആളുകളെ വെന്റിലേറ്ററിൽ നിന്നും വലിച്ചെടുത്ത് സാധാരണ കട്ടിലേക്ക് കടത്തി. അവർ മരണപ്പെടുകയാണെങ്കിൽ മരണപ്പെട്ടോട്ടെ എന്നാണ് ലോകത്തെ പല രാജ്യങ്ങളും തീരുമാനിച്ചെങ്കിൽ കേരളം തീരുമാനിച്ചത് അങ്ങനെയല്ല. കേരളം തീരുമാനിച്ചത് പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കുമെല്ലാം ഒരേ പരിഗണന നൽകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് വയോജനങ്ങൾക്ക് അത്രയേറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് കേരളം വയോജനങ്ങളെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തുകളോടും നഗരസഭകളോടും കോർപ്പറേഷനുകളോടുമെല്ലാം ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കണം എന്ന് സർക്കാരുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളൊക്കെ ആ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വയോജനങ്ങൾക്ക് നല്ല നിലയ്ക്കുള്ള സംരക്ഷണ പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു പദ്ധതിയാണ് നമ്മളിപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്ന വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം എന്ന ഈ ഒരു പദ്ധതി. ഇതുകൂടാതെ നമ്മുടെ പഞ്ചായത്തിൽ 3 മാസക്കാലം മുമ്പ് നല്ലൊരു പരിപാടി നടത്തിയായിരുന്നു. കേരളത്തിൽ ആദ്യമാണ് ഇത്രയും അധികം ആളുകളെ, വയോജനങ്ങളായിട്ടുള്ള ആളുകളെ ഒരുമിച്ച് ഒരു വിനോദയാത്രയ്ക്ക് കൊണ്ടുപോയത് കേരളത്തിൽ ആദ്യമാണ്. കാരണം കട്ടിൽ കൊടുത്ത് ഈ പ്രായമുള്ളവരെയൊക്കെ കട്ടിലേക്ക് കിടത്താനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? എപ്പോഴും നിങ്ങൾ അവിടെ കിടന്നു എന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന അവരെ എന്ത് ചെയ്യണം? അവരെ നടത്തണം, അല്ലേ? അവരെ നടത്തണം, അവരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകണം, അവരെ സന്തോഷത്തിൽ ഏർപ്പെടണമെന്നതിന് ആവശ്യമായിട്ടുള്ള കലോത്സവം സംഘടിപ്പിക്കണം. വയോജനങ്ങളുടെ ഒരു കലോത്സവം നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതിൽ എല്ലാവരും പങ്കെടുക്കണം. പാടാൻ കഴിയുന്നവർ പാടണം, ആടാൻ കഴിയുന്നവർ ആടണം, അഭിനയിക്കാൻ അറിയാവുന്നവർ അഭിനയിക്കണം. അല്ല, നമ്മൾക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും പാടാനും ആടാനും അഭിനയിക്കാനും ഒക്കെയുള്ള ഒരു അവസരം പഞ്ചായത്ത് ഒരുക്കി തരുന്നുണ്ട്. ഇതാണ് വയോജന കലോത്സവം. അത് അടുത്താഴ്ച നടക്കുന്നില്ല. അങ്ങനെ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് നമ്മൾ ആവിഷ്കരിച്ചു കൊണ്ടുവരുന്നത്. അടുത്ത വർഷവും നമുക്ക് അത്തരം മാതൃകാപരമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കണം. എന്നാലും എല്ലാം പൂർണ്ണമാകും എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. നിരവധി പ്രശ്നങ്ങളുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവരെയൊക്കെ സഹായിക്കാൻ പറ്റുന്നതുപോലെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാരും പഞ്ചായത്തും ഒക്കെ ശ്രമിക്കുന്നത്. അതിന് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തറിയിക്കുന്നു. നന്ദി, നമസ്കാരം. 24 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏറ്റവും പ്രാധാന്യമുള്ള ഒരു സ്കീമാണ് സാധാരണ ജനങ്ങൾക്ക്, വയോജനങ്ങൾക്ക് കട്ടിൽ നൽകുന്നത്. നമ്മുടെ